ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മീൻ കറി ഉണ്ടാക്കാമേ. കേരച്ചൂരയാണ് ഞാൻ 1/2 കിലോ വാങ്ങിച്ചിട്ടുള്ളത്. ദാണ്ടെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കരിവേപ്പിലയും പുളിവെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചുമന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ദേ കണ്ടോ, ചുമന്നുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പുളി, അതിനുശേഷം കറിവേപ്പില എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. ഫ്രഷ് ആയിട്ടുള്ളതാണ്. ഞാൻ ഇപ്പോൾ തന്നെ എടുത്തുകൊണ്ട് വന്ന കരിവേപ്പിലയാണിത്. വേണ്ട മീൻ കേരച്ചൂരയാണേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ദേ ചട്ടി അടുപ്പിൽ വെച്ച് ഗ്യാസിലാണേ വെച്ചേക്കുന്നത് ഇപ്പോൾ. അപ്പോഴും നമുക്ക് ഇതിന് ശേഷം എല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് അടുപ്പിലോട്ട് മാറ്റാം. ദേ എണ്ണ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണേ ഒഴിച്ചത്. ചട്ടിയൊക്കെ നല്ലതുപോലെ ചൂടായിട്ട് വരട്ടെ. ചെറുതായിട്ട് ചൂടായപ്പോഴേ ഞാൻ എണ്ണ എടുത്ത് ഒഴിച്ചു കേട്ടോ. ദേ ശകലം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഉലുവ അത് ഒരുപാടൊന്നും വാരി ഇടരുത്, കഴിക്കും കേട്ടോ. ഇച്ചിരിയേ ഇടാവുള്ളൂ. ഇതിന് നല്ലൊരു ടേസ്റ്റ്. അതിൻ്റെ കൂടെ ഞാൻ കടുവും കൂടെ ഇട്ടിട്ടുണ്ടേ. രണ്ടും കൂടെ ഒന്ന് മൂക്കട്ടെ. ഉലുവയൊന്നും കൂടിപ്പോയി കഴിഞ്ഞാൽ തിന്നാനേ പറ്റത്തില്ല. കടുവ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഉലുവ സൂക്ഷിച്ച് വേണം ഇടാൻ. ഇച്ചിരിയേ ഇടാവുള്ളൂ. പക്ഷേ വേറൊരു ടേസ്റ്റ് കേട്ടോ ഈ ഉലുവ ഇട്ട് വെക്കുമ്പോഴത്തേക്ക്. ഉലുവ പൊടി ഇട്ട് വെക്കുന്നത് പോലെയല്ല, ഉലുവ അതേപോലെ ഇടുമ്പോഴത്തേക്ക് വേറെ നല്ലൊരു ടേസ്റ്റാണ്. ഇതൊക്കെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ഞാൻ തന്നെയാണ് ഫോൺ പിടിക്കുന്നതും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി പോകണം കേട്ടോ, ക്ഷമിക്കണം. ദേ കടുവൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ പൊട്ടട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ വല്ലാതിരിക്കും. ദേ ഇഞ്ചി ഞാൻ എടുത്തിട്ടുണ്ട്. ഇഞ്ചിയുടെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇപ്പോൾ ഇട്ടത്. ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അതൊരു പച്ചമണമൊക്കെ മാറി കുറച്ചാവുമ്പോഴേ പിന്നെ ചുമന്നുള്ളി ഇട്ടാൽ മതി. ചുമന്നുള്ളി ഇച്ചിരി കൂടെ വേഗം അങ്ങ് മൂക്കും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇടാത്തത് കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഇച്ചിരി ഒന്ന് മൂക്കട്ടെ കേട്ടോ. ചുമന്നുള്ളി ഇട്ടിട്ടുണ്ട്. ചുമന്നുള്ളി കൊച്ചുള്ളിയേ, സവാളയല്ല, കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ചരിഞ്ഞത്, നല്ലോണം അരിഞ്ഞത്. ഇതും കൂടെ കൊച്ചുള്ളിയൊക്കെ ഇടുമ്പോഴത്തേക്ക് വേറൊരു ടേസ്റ്റ്. ഇടാതെ ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് കേട്ടോ. വെളുത്തുള്ളി ഇഞ്ചിയും മാത്രം ഇട്ടും വെക്കും, ചുമന്നുള്ളി ഇട്ടും വെക്കും ഞാൻ. ഇതിപ്പോൾ ചുമന്നുള്ളി ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ആദ്യം എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഇപ്പോൾ രണ്ടാമത് ഞാൻ അരിഞ്ഞെടുത്തതാണ്. പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് കുറച്ച്. ഈ പച്ചമുളകും അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് നല്ല ഇതാവുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കിയൊക്കെ വെച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് ഭാഗം മാത്രം കരിഞ്ഞു പോവും, ബാക്കി എല്ലായിടവും മൂക്കാതെ ഇരിക്കും. അതുകൊണ്ടാണ്. കറിവേപ്പിലയൊക്കെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. താണ്ട ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിലയാണ്. കരിവേപ്പില എടുത്ത് വെച്ച് നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഇനി നന്നായിട്ട് മൂക്കട്ടെ. നല്ലതുപോലെ ഞാൻ ഇളക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല. ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഉപ്പൊക്കെ ഇടാൻ നമുക്ക്. ഉപ്പ് പക്ഷേ സൂക്ഷിച്ച് വേണം ഇടാൻ. കുറച്ച് ആദ്യം ഇവിടെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഉപ്പ് ആദ്യം കുറച്ചിടുക, പിന്നീട് കൂട്ടിയിട്ടാൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ ആദ്യമേ ഉപ്പിട്ട് ഒരുപാടായിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കുറഞ്ഞു വേണമെങ്കിൽ നമുക്ക് കൂട്ടാൻ പറ്റും, പക്ഷേ കൂടി പോയി കഴിഞ്ഞാൽ കുറയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഉപ്പ് ആദ്യം ഇച്ചിരി ഇട്ട് നോക്കാൻ പറയുന്നത് കേട്ടോ. ഒരുമാതിരിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. മഞ്ഞൾപ്പൊടി ആദ്യം, മഞ്ഞൾപ്പൊടിയാണ് എപ്പോഴും ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇടുന്നത്. ഈ അങ്ങ് കുറച്ച് ഒട്ടുമില്ല കേട്ടോ. അത് അങ്ങ് ഒരുപാട് കുറച്ച് വെച്ചേക്കണം. ഇല്ലെങ്കിൽ ആദ്യം ഇടുന്ന പൊടികളെല്ലാം കൂടെ അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഇടുമ്പം തന്നെ ഒന്ന് ഇളക്കിയും കൂടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ. അതിന് ശേഷം ഞാൻ മല്ലിപ്പൊടിയാണ് ആദ്യം ഇടുന്നത്. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് തോനെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കണം കേട്ടോ. ഇവിടെ നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെയാണ് ചേർക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 3 പേർക്ക് മാത്രം മതിയല്ലോ. ഒരുപാട് അംഗങ്ങളുള്ളതൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ചേർക്കാം. എന്നാൽ ഒരുപാടങ്ങ് വാരി ഇടുകയല്ല, നമുക്ക് ആവശ്യത്തിന് മീനനുസരിച്ച് ഇടുക.
വേണ്ട മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിക്കാവേ. മൂത്തില്ലെങ്കിൽ ഒരു പച്ച ചൊവയും കാണും, അതുപോലെ തന്നെ ഒരു കളറിലും വ്യത്യാസം കാണും. ഒരു ചുമന്ന കളറായിരിക്കും. മുളക് പൊടിയൊക്കെ നല്ലോണം മൂത്തിരിക്കുകയാണെങ്കിൽ നല്ല ഒരു കറുത്ത കളറായിരിക്കും. നമ്മൾ ഇളക്കാതിരിക്കുകയാണെങ്കിലും ഉലുവാപ്പൊടിയും ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ലതുപോലെ ഇച്ചിരി ഒന്ന് മൂപ്പിക്കാം. മൂപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ചുമന്ന കളറാണെങ്കിൽ പിന്നെ കറിയുടെ അവസാനം വരെയും ചുമന്ന കളർ തന്നെയായിരിക്കും. പിന്നെ തീയിലൊക്കെ വെച്ചത് തീ കുറച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ എല്ലാം ചട്ടിയുടെ പുറത്ത് പിടിച്ചിരിപ്പുണ്ട്. ചട്ടിയിൽ വെച്ചാൽ ഇങ്ങനെയാണ്, കുറേ എണ്ണ ചട്ടി അങ്ങ് പിടിക്കും. അതിൻ്റെ ബാക്കിയേ നമുക്ക് കിട്ടുള്ളൂ. മൂത്തുകൊണ്ടിരിക്കുകയാണ്. ചെറിയ തീയെ വെച്ചിട്ടുള്ളൂ ഞാൻ. വേണ്ട പുളി ഞാൻ വെള്ളത്തിയിട്ടിരുന്നത് പെണംപുളിയാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയണതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. മീൻ ഇടുന്ന വലിയ പുളിയാണ്. നമ്മളെ നാട്ടിൽ പറയണ പെണംപുളിയാണ്. സാധാ പുളി അല്ലാത്ത പുളി. ഇത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ട്, ഇപ്പോഴാണ് ഞാൻ ഉപ്പിട്ടത്. ഇവിടെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ചിരട്ടയാണ് ഉപ്പിലിട്ടേക്കുന്നത്. അതുകൊണ്ട് ആ കണക്കനുസരിച്ചാണ് ഞാൻ ഇടുന്നത് കേട്ടോ. സ്പൂൺ വെച്ചല്ല. സ്പൂണൊക്കെ ഉപ്പിലിട്ടിരുന്ന് കഴിഞ്ഞാൽ വല്ലാതെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് തുരുമ്പ് കയറി കണക്കാവും. അതുകൊണ്ടാണ് സ്പൂണൊന്നും എടുത്തിടാത്തത്. എണ്ണയൊക്കെ നല്ല മീതെ അടിപൊളിയായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്. കണ്ടോ, നല്ല ബ്ലാക്ക് കളറായത്. മറ്റേതിൽ മുളക് മല്ലിയും പിന്നെ മൂക്കാതെ ആണെങ്കിൽ ഒരു ചുവപ്പ് കളറായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇച്ചിരി മൂത്തിട്ടാണെങ്കിൽ വേണ്ട ഇതുപോലെ നല്ല കളറായിരിക്കും കേട്ടോ. അമ്മ അവിടെ മരച്ചീനിയൊക്കെ അരിയുന്നുണ്ട്. ഇവിടെയാണ് മരച്ചീനി എന്ന് പറയുന്നത് കേട്ടോ. നമ്മളവിടെ കിഴങ്ങെന്നാണ് പറയണേ. വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ. വെള്ളം ഒഴിച്ച് നല്ലോണമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അടുപ്പിലോട്ട് എടുത്ത് വെക്കാം കേട്ടോ. അടുപ്പിൽ വെക്കുന്നതും ഗ്യാസിൽ വയ്ക്കുന്നതും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ പണ്ടേ അടുപ്പിലൊക്കെ വെച്ച് കഴിച്ചത് കൊണ്ടായിരിക്കണം നമുക്കതാണ് ഇഷ്ടം. ഇത് ഇച്ചിരി ഒന്നാകുമ്പോഴത്തേക്ക് നമുക്ക് അടുപ്പിലോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. ഒന്നാവട്ടെ, വെയിറ്റ് ചെയ്യാം നമുക്ക്. ചെറുതായിട്ട് തിളയൊക്കെ കണ്ടുവരുന്നുണ്ട്. ഇതേ കണ്ടോ, നല്ലതുപോലെ തിളച്ചിട്ട് മീൻ ഇടുന്നതാണ് നല്ലത്. ഞാൻ അടുത്ത അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അടുപ്പിൽ വെക്കാൻ വേണ്ടിയിട്ടൊരു വളയമുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ പുറം മൊത്തം അങ്ങ് കരിയാവും ഈ പാത്രങ്ങളുടെ. അപ്പോൾ ഞാൻ അടുപ്പിലെടുത്ത് വെച്ച് ഇത് നല്ലതുപോലെ കറി തിളയ്ക്കുന്നുണ്ട്. ഞാൻ മീൻ പറക്കിയിട്ടിട്ടുണ്ട്, പറക്കിയിടുക. അടുപ്പിലാകുമ്പോഴത്തേക്ക് ഇരുന്നിരുന്ന് നല്ല ഇതാവും. ഇല്ലെങ്കിൽ മറ്റേത് ഒരു സൈഡിൽ മാത്രം തീ അടിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മളെ ഇളക്കി കൊടുക്കാനൊക്കെ മറന്നു പോയി കഴിഞ്ഞാൽ അതിൽ അടിയിൽ പിടിക്കും കേട്ടോ. അതുകൊണ്ടാണ് അടുപ്പിലാകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റുമാണ്. ഗ്യാസിൽ വയ്ക്കുന്ന ടേസ്റ്റ് ഇല്ലെന്നല്ല, എല്ലാവർക്കും ഇപ്പം അടുപ്പിലൊന്നും വെക്കാൻ പറ്റത്തില്ലല്ലോ. രണ്ട് ടേസ്റ്റാണെന്നേ ഉള്ളൂ. ഞാൻ ഇളക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്കിനി അടച്ച് വെക്കാം കേട്ടോ. ഞാൻ തീയൊക്കെ കത്തിച്ച് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അടച്ച് ഭദ്രമാക്കി വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ തുറന്ന് നോക്കുകയാണ്. തുറന്ന് നോക്കി ഏകദേശമൊക്കെ മീൻ ദാണ്ട പറ്റി വരുന്നുണ്ട്. പറ്റി നല്ല റെഡിയായി വരുന്നുണ്ട്. ശകലം നമ്മൾ ആൾ കുറവായതുകൊണ്ട് നമുക്ക് ഒരുപാട് ചാറൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ നല്ല പറ്റിച്ചാണ് വെക്കുന്നത്. മരച്ചീനി കഴിക്കാനുള്ളത് കൊണ്ട് ഇന്ന് ഞാൻ ഈ ശകലം കൂടെ ലൂസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴതേ എല്ലാം റെഡി ആയിട്ടുണ്ട്. കിഴങ്ങും മീനും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും പിള്ളേയും കൂടെ കഴിക്കാൻ പോവുകയാണ്. അമ്മ കുറച്ച് കഴിഞ്ഞേ കഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് അമ്മയുടെ സമയം 2:30-3 മണിയൊക്കെയാണ്. നമ്മൾ കഴിക്കാനായിട്ട് എടുത്ത് വെച്ചതാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള മീൻ കറിയാണ് കേട്ടോ. നിങ്ങൾ വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. അഭിപ്രായം പറഞ്ഞാൽ ആരും അഭിപ്രായമൊന്നും വിടാറില്ല. എൻ്റെ യാതൊരു വിധ കമൻറ്റും ഇതുവരെയ്ക്കും വന്നിട്ടില്ല. ഇത് നിങ്ങൾ കറക്റ്റ് അഭിപ്രായം പറയുക തന്നെ വേണം കേട്ടോ, വെച്ച് നോക്കിയിട്ട്. എങ്കിലല്ലേ എനിക്കറിയാൻ പറ്റൂ ഞാൻ വെച്ചത് നല്ലതാണെന്നോ അഴുക്കിയാണെന്നോ എന്ന്. കറക്റ്റായിട്ട് അഭിപ്രായം പറയണം.